എന്റെ പഠിച്ചാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇത്തിരി പച്ചക്കറികൾ വേണം. കുറച്ച് പച്ചക്കറികളുണ്ട്. ഇനി കുറച്ച് മുരിങ്ങ, ചൊരങ്ങ, ചീര ഇത്ര വാങ്ങണം. പിന്നെ കയ്യില് കായില്ലല്ലോ. പോണ വഴിക്ക് മോനുണ്ടാവും, അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവനോട് പൈസ വാങ്ങിയിട്ട് വാങ്ങിക്കോളി. ചൊരങ്ങ മറക്കണ്ടോ? പച്ചക്കറി വാങ്ങാൻ വേണ്ടി പൈസ ഉണ്ടാവാ. നോമ്പ് വന്നപ്പോ ചെലവ് കൂടുതലാ. എത്ര പൈസ നിന്റെ തീസ ശരിയായിപ്പോ. അല്ല, നിങ്ങളിപ്പോ രണ്ടാളും കൂടി പൈസേന്റെ വില കൂടിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വില കൂടിയാലും നമുക്ക് വാങ്ങണ്ടേ? എന്നാലല്ലേ പകല് നോമ്പെടുക്കാൻ പറ്റുള്ളൂ. രാത്രിയിലൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ? എണീക്കാൻ നമുക്ക് ആരോഗ്യം വേണ്ടേ? പിന്നെന്താ, ഇനിയും സാധനങ്ങൾ വാങ്ങാണ്ടേ? എന്താ പിന്നെ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇനി സാധനങ്ങൾ വേണം. ഇത്രയേ ഉള്ളൂ. ആയിക്കട്ടെ. കാരക്ക, റവ, തേങ്ങ, ബീഫ്, ചിക്കൻ, മുട്ട, നെയ്ച്ചോറിന്റെ അരി ഇല്ലേ, ബിരിയാണി അരി, തക്കാളി, കാബേജ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഉള്ളി, പിന്നെ പഴങ്ങൾ, മാങ്ങാപ്പഴം, നേന്ത്രപ്പഴം, അങ്ങനെ ഉണ്ട്. പിന്നെ കടയിൽ കുറെ സാധനങ്ങൾ കാണും ഇതിൽ എഴുതാത്ത. അതൊക്കെ അങ്ങോട്ട് വാങ്ങിക്കോളി. 10 രൂപ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യാ? ഒക്കെ വാങ്ങാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടുന്ന് സഞ്ചി എടുത്തോണ്ട് മുഖ്യ വാങ്ങാൻ പറ്റുള്ളൂ. അതുണ്ടല്ലോ. ആ സഞ്ചി ചെറിയ സഞ്ചിയാ. ഇതില് കൊള്ളുമല്ല. ഇതിലെല്ലൊന്നും കൊള്ളൂല. അവിടെ അന്നൊക്കെ വാങ്ങിക്കാം. ലിസ്റ്റ് പോകണ്ടേ? പിന്നെ ചൊരങ്ങ വേണം. ചൊരങ്ങയും കൂടി വാങ്ങിക്കാൻ എഴുതിയിട്ടില്ല. ഭയങ്കര കല്യാണത്തിന്റെ സീറ്റുണ്ടല്ലോ. ബീഫ്, ചിക്കൻ, മുട്ട, നെയ്ച്ചോറിന്റെ അരി, തക്കാളി, ആപ്പിള്, പൈനാപ്പിള്. ഇന്നത്തെ പൈസ ഓടുന്നിട്ട് പൈസ മറക്കണ്ട. ഇന്നത്തെ ആകെ ഇതാ ഈ 50 ഉറുപ്പിക എത്ര കട്ടാനാ? ചിറങ്ങ മറക്കണ്ട. ഉമ്മ ഭർത്താവ് പറഞ്ഞേ ചിറങ്ങ മറക്കണ്ടെന്ന്. തന്നല്ലേ നമ്മളെ ലിസ്റ്റ് കണ്ടിട്ടേ ഓനെന്തെങ്കിലും പറഞ്ഞ 10 പൈസ ഇല്ലാതെ എന്നോട് പറഞ്ഞേ. 10 പൈസ ഇല്ലേ? 10 പൈസ ഇല്ലാന്ന് രാവിലെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് 10 പൈസ ഉണ്ടാവുമോ? ഇത്രയും 11 മാസം കഴിഞ്ഞിട്ടല്ലേ ഈ മാസം വന്നത്. ഈ 11 മാസം എവിടെയായിരുന്നു? പണിയെടുക്കാൻ പോണം. പണിയെടുക്കാതെ മടിച്ചോണ്ടിരുന്ന അങ്ങനത്തെ ഒരു കയ്യിൽ പൈസ ഉണ്ടാവുമോ? നമ്മളീ പൈസ അങ്ങനത്തെ പോണ്. പിന്നെ ചൊരങ്ങ മറക്കണ്ട. അത് പറഞ്ഞ പ്രത്യേകം പറഞ്ഞു. അത് അങ്ങനെ എനിക്കൊന്നിനും പറ്റില്ല. പഠിച്ചോനെ